നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് 42 പേർക്ക് കോവിഡ്. ഒരു ദിവസം ഇത്രയധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത് ഇതാദ്യം. ഇതിനു മുൻപ് മാർച്ച് 27-ന് 39 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായിരുന്നു ഉയർന്ന കണക്ക്. സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 732 മുഖ്യമന്ത്രി. കാസർഗോഡ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 7 പേർക്ക്. മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ പുത്തികെ സ്വദേശിയായ 57-കാരനും മുളിയാർ സ്വദേശിയായ 42 വയസ്സുകാരനും കുമ്പള സ്വദേശികളായ 4 പേർക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കുമ്പള സ്വദേശികൾ ഒരേ വാഹനത്തിലാണ് സഞ്ചരിച്ചത്. കണ്ണൂരിൽ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് ആദിവാസി യുവതിക്ക്. ഇന്നലെ പ്രസവിച്ച യുവതി ആശുപത്രിയിൽ ചികിത്സയിൽ. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. കോഴിക്കോട് ഇന്ന് 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗികളിൽ 4 പേർ വിദേശത്ത് നിന്ന് വന്നവർ. അബുദാബിയിൽ നിന്നും കുവൈറ്റിൽ നിന്നുമാണ് ഇവരെത്തിയത്. ആരോഗ്യ പ്രവർത്തകനും രോഗം സ്ഥിരീകരിച്ചു. പാലക്കാട് ഇന്ന് 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും 32 വയസ്സുള്ള ഒരു പുരുഷനും 58 വയസ്സും 30 വയസ്സുമുള്ള 2 സ്ത്രീകൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 പേരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. മലപ്പുറത്ത് 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മുംബൈയിൽ നിന്നെത്തിയ 45-കാരനും ഒരു 40-കാരനും മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ നിന്നെത്തിയ 23-കാരനും ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ 35 വയസ്സുള്ള ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 പേരും മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷനിലാണ്. തൃശൂരിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 4 പേർക്ക്. ദമാമിൽ നിന്നെത്തിയ രോഗം സ്ഥിരീകരിച്ചയാളുടെ 30-കാരനായ മകന്റെ ഭാര്യ, 1 വയസ്സുള്ള കുഞ്ഞ് എന്നിവർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം മരിച്ച ഖദീജയെ കൂടി ഉൾപ്പെടുത്തിയാണ് 4 പേരെന്ന കണക്ക്. ഇന്ന് കോവിഡ് ബാധിച്ചവരിൽ 21 പേർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവർ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വന്ന ഓരോരുത്തർക്കും രോഗം സ്ഥിരീകരിച്ചു. 17 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. കണ്ണൂരിലും കോഴിക്കോടും സമ്പർക്കത്തിലൂടെ ഓരോരുത്തർക്കും രോഗം ബാധിച്ചു. കോവിഡ് ബാധിതരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ഗൌരവകരമെന്ന് മുഖ്യമന്ത്രി. പ്രതിരോധ സന്നാഹം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം നിലവിൽ 28 ആണെന്നും മുഖ്യമന്ത്രി. ഒരു കേരളീയന് മുന്നിലും സംസ്ഥാനം വാതിൽ കൊട്ടിയടക്കില്ലെന്ന് മുഖ്യമന്ത്രി. രോഗബാധിതർക്ക് കൃത്യമായ ചികിത്സയും പരിചരണവും നൽകും. ലോക്ഡൌൺ നിയന്ത്രണങ്ങളുടെ ഇളവ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നും ആഘോഷിക്കാനായി ആരും ഇറങ്ങരുതെന്നും മുഖ്യമന്ത്രി. കർശനമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡം പാലിച്ചായിരിക്കും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളെന്ന് മുഖ്യമന്ത്രി. പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതിനും വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിനും സംവിധാനമൊരുങ്ങിയെന്നും മുഖ്യമന്ത്രി. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് വരുന്നവർക്ക് പരീക്ഷ എഴുതാൻ പ്രത്യേകം ഇരിപ്പിടം ഏർപ്പെടുത്തും. വീടുകളിൽ ആരെങ്കിലും ഹോം ക്വാറന്റൈനിൽ കഴിയുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഇരിപ്പിടം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി. ജൂൺ 1-ന് കോളേജുകൾ തുറക്കുമെന്ന് മുഖ്യമന്ത്രി. കോളേജ് തുറക്കാനുള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കി. റെഗുലർ ക്ലാസുകൾ സാധ്യമല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി. സ്പ്രിംഗ്ലറിൽ പിന്നോട്ടു പോയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. കേസിൽ വസ്തുത ഹൈക്കോടതിയെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി. ലോക്ഡൌൺ ലംഘിച്ച് ഭക്ഷണം വിളമ്പിയ കോഴിക്കോട് ബീച്ചിലെ ഇന്ത്യൻ കോഫി ഹൌസ് പോലീസ് എത്തി അടപ്പിച്ചു. 6 പേർക്കെതിരെ കേസെടുത്തു. കോഫി ഹൌസ് മാനേജർ, ഭക്ഷണം കഴിക്കാനെത്തിയ 5 പേർ എന്നിവർക്കെതിരെയാണ് കേസ്. നടപടി ന്യൂസ് 18 വാർത്തയെ തുടർന്നു. കോഴിക്കോട് കോഫി ഹൌസിൽ ലോക്ഡൌൺ ലംഘിച്ച് ഭക്ഷണം വിളമ്പിയ സംഭവം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. സംഭവിച്ചത് നടക്കാൻ പാടില്ലാത്തതാണെന്നും മുഖ്യമന്ത്രി. കോവിഡിന്റെ 3ാം ഘട്ടം നേരിടുന്നത് എളുപ്പമാകില്ലെന്ന് ആരോഗ്യമന്ത്രി. കൂടുതൽ പേർ തിരിച്ചെത്തുന്നതിനാൽ രോഗവ്യാപന സാധ്യത കൂടുതലാണെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ. കൂടുതൽ ടെസ്റ്റ് നടത്തി മാത്രമേ മുന്നോട്ടു പോകാനാകൂ. പുറത്തുനിന്ന് വരുന്നവർ കർശന ക്വാറന്റൈൻ പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി. ആഭ്യന്തര വിമാന യാത്രക്കാർക്ക് ക്വാറന്റൈൻ നിർബന്ധമാക്കുമെന്ന് മന്ത്രി കെ ശൈലജ. ഹോം ക്വാറന്റൈൻ നടത്താൻ തീരുമാനം. 14 ദിവസം ഇവർ നിരീക്ഷണത്തിൽ കഴിയണം. കേരളത്തിനകത്തുള്ള വിമാനയാത്രക്കാരെ ക്വാറന്റൈൻ ചെയ്യുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രി. ലോക്ഡൌൺ ഇളവുകളെ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ച തുണിക്കടകളിൽ ട്രയൽ റൂമുകൾ പ്രവർത്തിപ്പിക്കരുതെന്ന് തൃശൂർ ജില്ലാ കലക്ടർ. കടകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഇക്കാര്യം ഉറപ്പുവരുത്താൻ പരിശോധന നടത്തും. ട്രയൽ റൂമുകൾ പ്രവർത്തിപ്പിക്കുന്ന തുണിക്കടകളുടെ പ്രവർത്തനാനുമതി റദ്ദാക്കുമെന്നും കലക്ടർ അറിയിച്ചു. ലോക്ഡൌൺ ഇളവുകളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം പള്ളികളിൽ ആരാധന അനുവദിക്കണമെന്ന് സമസ്ത. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു.
സർക്കാർ നിർദ്ദേശങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് ആരാധന നടത്താമെന്നും കത്തിൽ ഉറപ്പു നൽകുന്നു. സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ഞായറാഴ്ച. ഇന്ന് ഷവ്വാൽ മാസപ്പിറവി കാണാത്തതിനാൽ പെരുന്നാൾ ഞായറാഴ്ചയായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ ഉണ്ടാകില്ല. ഈ ഞായറാഴ്ച പെരുന്നാൾ പ്രമാണിച്ച് ലോക്ഡൌണിൽ സമ്പൂർണ്ണ ഇളവ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാത്രി 9 വരെ തുറക്കും. പെരുന്നാൾ നമസ്കാരം അവരവരുടെ വീടുകളിൽ നിർവഹിക്കാനുള്ള തീരുമാനമെന്നും മുഖ്യമന്ത്രി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ കൂടുന്നു. ആകെ രോഗികൾ 1,18,000 കടന്നു. മരണസംഖ്യ 3,583. മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകളിൽ റെക്കോർഡ് വർധന. ഇന്ന് മാത്രം സ്ഥിരീകരിച്ചത് 3,000-നടുത്ത ആളുകൾക്ക്. മുംബൈയിൽ മാത്രം മരണം 1,000-തോടടുത്തു. മഹാരാഷ്ട്രയിൽ സർവീസ് നടത്തുന്ന സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ നടത്തിയതായി റെയിൽവേ. അന്തർജില്ലാ യാത്രകൾ സർക്കാർ നിർത്തലാക്കിയ പശ്ചാത്തലത്തിലാണ് നടപടി. ജൂൺ 1 മുതൽ ബുക്ക് ചെയ്ത എല്ലാ ടിക്കറ്റുകളും റദ്ദാക്കുമെന്നും റെയിൽവേ. ഗുജറാത്തിലെ കോവിഡ് മരണം 46% റിപ്പോർട്ട് ചെയ്തതും ഒരാശുപത്രിയിൽ. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത 749 കേസുകളിൽ 351 അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലെന്ന് അധികൃതർ. ഗുജറാത്തിൽ ഇതുവരെ 12,905 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിലും കോവിഡ് വ്യാപനത്തിന് കുറവില്ല. ഇന്ന് 786 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 14,753 ഇന്ന് 4 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 98. അതിഥി തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള ട്രെയിൻ ടിക്കറ്റ് കർണാടക സർക്കാർ സൗജന്യമായി എടുത്തു നൽകും. മെയ് 31 വരെ കർണാടകത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളിലെ യാത്രക്കാർക്കാണ് സൗജന്യം. ടിക്കറ്റ് നിരക്ക് സർക്കാർ റെയിൽവേക്ക് കൈമാറും. നേരത്തെ നിർമ്മാണ കരാറുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് അതിഥി തൊഴിലാളികൾക്കുള്ള ട്രെയിൻ കർണാടകം റദ്ദാക്കിയത് വിവാദമായിരുന്നു. ഏറെ പ്രതിഷേധത്തിന് ശേഷമാണ് ശ്രമിക് ട്രെയിനുകൾ പുനരാരംഭിച്ചത്. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ കോവിഡ് ഭേദമാവുന്നവർ കൂടുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ചികിത്സയിലുള്ളവരെക്കാളും കൂടുതൽ രോഗമുക്തി നേടുന്നവരായിരിക്കും. നിലവിൽ 5,567 പേർക്ക് രോഗം ഭേദമായി. ചികിത്സയിൽ കഴിയുന്നത് 5,898 പേർ. ഡൽഹി എയിംസ് ആശുപത്രി ജീവനക്കാരൻ കോവിഡ് ബാധിച്ച് മരിച്ചു. കോവിഡ് വാർഡിലെ ഡോക്ടർമാർക്കുള്ള ഭക്ഷണം വിതരണം ചെയ്തിരുന്നയാളാണ് മരിച്ചത്. കോവിഡ് സ്ഥിരീകരിച്ച് ഐസിയുവിലേക്ക് മാറ്റി മണിക്കൂറുകൾക്കുള്ളിൽ മരിക്കുകയായിരുന്നു. ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ ഡൽഹി സാധാരണ നിലയിലേക്ക്. ഡൽഹിയിലെ റോഡുകളിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. സ്വകാര്യ വാഹനങ്ങൾ നിയന്ത്രിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും നടപ്പായിട്ടില്ല. രാജ്യത്ത് കോവിഡ് ഭേദമാവുന്നവരുടെ നിരക്ക് 40% കഴിഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ 3,000-ലധികം പേർക്ക് രോഗം ഭേദമായി. നിലവിൽ ചികിത്സയിലുള്ളത് 63,624 പേരെന്ന് ആരോഗ്യ മന്ത്രാലയം. ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം PPE കിറ്റുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയെന്ന് കേന്ദ്ര സർക്കാർ. കോവിഡിന്റെ തുടക്കത്തിൽ രാജ്യത്ത് ഒരു കിറ്റ് പോലും നിർമ്മിച്ചിരുന്നില്ല. നേട്ടം കൈവരിച്ചത് 2 മാസത്തിനുള്ളിലെന്നും കേന്ദ്രം. വായ്പാ തിരിച്ചടവിന് 3 മാസം കൂടി സാവകാശം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. ഓഗസ്റ്റ് 31 വരെയുള്ള വായ്പാ തിരിച്ചടവിന് മൊറട്ടോറിയം. വീട് വയ്ക്കാനും വാഹനം വാങ്ങാനുമുള്ള വായ്പയുടെ പലിശ കുറയാൻ സാഹചര്യമൊരുക്കി റിപ്പോ നിരക്ക് 4% കുറച്ചു. ലോക്ഡൌണിന് ശേഷം നിർമ്മാണവും ഉൽപാദനവും പുനരാരംഭിക്കുമ്പോൾ കുറഞ്ഞ പലിശയുടെ നേട്ടം ജനങ്ങളിലേക്ക് എത്തുമെന്ന് റിസർവ് ബാങ്ക്. മുൻപ് കണക്കാക്കിയതിലും ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്ന് പണനയ സമിതിയുടെ മുന്നറിയിപ്പ്. വളർച്ചാ നിരക്ക് നെഗറ്റീവ് ആയേക്കാമെന്നും RBI ഗവർണർ ശക്തികാന്ത് ദാസ്. വ്യാവസായിക ഉൽപാദനവും കയറ്റിറക്കുമതിയും വൻതോതിൽ ഇടിഞ്ഞതിന്റെ ക്ഷീണം നികത്താൻ മാസങ്ങളെടുക്കും. കാർഷിക ഉൽപാദനം കൂടിയിട്ടുണ്ടെങ്കിലും വില വർധനയ്ക്ക് സാധ്യത. സർക്കാരിന്റെ കരുതലിലുള്ള ധാന്യം വിപണിയിലിറക്കി വില നിയന്ത്രിക്കണമെന്നും പണനയ സമിതിയുടെ ശുപാർശ. റിപ്പോ നിരക്ക് കുറച്ച് പ്രതിസന്ധി മറികടക്കാമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം അസംബന്ധമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. റിസർവ് ബാങ്കിൽ നിന്ന് പണം എടുത്ത് കർഷകർക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം.
മൊറട്ടോറിയം നീട്ടുന്നതോടൊപ്പം ഈ കാലയളവിലെ പലിശ കേന്ദ്ര സർക്കാർ വഹിക്കണമെന്നും ധനമന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ ധനസഹായ പാക്കേജ് ക്രൂരമായ തമാശയെന്ന് സോണിയാഗാന്ധി. പാവപ്പെട്ടവരോട് പ്രധാനമന്ത്രിക്ക് സഹാനുഭൂതിയില്ല. 21 ദിവസത്തിനുള്ളിൽ വൈറസിനെതിരായ യുദ്ധം അവസാനിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വിശ്വാസം തെറ്റിയെന്നും കോൺഗ്രസ് അധ്യക്ഷൻ. ഉംപുൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച ബംഗാളിലും ഒഡീഷയിലും വ്യോമ നിരീക്ഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാർച്ച് 24-ന് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ഡൽഹിക്ക് പുറത്ത് സന്ദർശനം നടത്തുന്നത്. ഉംപുൻ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച പശ്ചിമ ബംഗാളിന് 1000 കോടിയുടെ ആദ്യഘട്ട കേന്ദ്ര സഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. നാശനഷ്ടം സംബന്ധിച്ച പഠനം നടത്താൻ കേന്ദ്ര സംഘത്തെ ബംഗാളിലേക്ക് അയക്കും. ഉംപുൻ ചുഴലിക്കാറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ സഹായം നൽകുമെന്നും പ്രധാനമന്ത്രി. പരിക്കേറ്റവർക്ക് 50,000 രൂപയും കേന്ദ്രം ധനസഹായം പ്രഖ്യാപിച്ചു. ബംഗാളിൽ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 80,000. പരീക്ഷാ നടത്തിപ്പിനെ ചൊല്ലി കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത. നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തണമെന്ന മുല്ലപ്പള്ളിയുടെ വാദം തള്ളി കെ സുധാകരൻ. ഈ സമയത്ത് പരീക്ഷ നടത്തുന്ന മുഖ്യമന്ത്രിക്ക് വട്ടാണെന്ന് സുധാകരൻ. അപ്രായോഗിക കാഴ്ചപ്പാടിന്റെ പ്രതിപുരുഷനാണ് പിണറായി എന്നും വിമർശനം. സ്പ്രിംഗ്ലറിൽ പ്രതിപക്ഷ വാദങ്ങൾ ശരിയെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ സർക്കാർ മലക്കം മറിഞ്ഞു. അതീവ രഹസ്യമായി നടത്തിയ ഇടപാടാണ് പ്രതിപക്ഷം പൊളിച്ചത്. കോവിഡിന്റെ മറവിൽ ഏകാധിപതികൾ സ്വച്ഛാധിപതികളാവുകയാണെന്നും അത് കേരളത്തിലും നടക്കുന്നുണ്ടെന്നും രമേശ് ചെന്നിത്തല. കോവിഡിനെ തുടർന്ന് ജോർദാനിൽ കുടുങ്ങിയ ആടുജീവിതം സിനിമയുടെ ക്രൂ തിരിച്ചെത്തി. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയത് നടൻ പൃഥ്വിരാജും സംവിധായകൻ ബ്ലസ്സിയും അടക്കമുള്ള സംഘം. എല്ലാവരെയും ക്വാറന്റൈനിലേക്ക് മാറ്റി. പൃഥ്വിരാജും സംവിധായകൻ ബ്ലസ്സിയും ഉൾപ്പെടെയുള്ളവർ ജോർദാനിൽ കഴിഞ്ഞത് 2 മാസത്തിലേറെ. പനിയോ രോഗലക്ഷണങ്ങളോ ഇല്ലാത്തതിനാൽ സ്വന്തം വാഹനത്തിൽ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് പോകാൻ പൃഥ്വിരാജിന് അനുമതി നൽകി. ക്വാറന്റൈൻ കൊച്ചിയിലെ ഹോട്ടലിൽ. ക്വാറന്റൈനിൽ കഴിയുന്നത് സാങ്കേതിക പ്രവർത്തകരടക്കം 56 പേർ. ജോർദാനിലെ ചിത്രീകരണം വിവിധ ഘട്ടങ്ങളിലായി പൂർത്തിയാക്കിയാണ് സംഘം മടങ്ങിയെത്തിയത്. സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതിന് കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ് വിദേശത്ത് നിന്നെത്തിയവർ. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് സഞ്ചരിച്ച യാത്രക്കാരാണ് സർക്കാരിനും ഇന്ത്യൻ എംബസിക്കും നന്ദി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ചു മരിച്ച ഖദീജയുടെ മൃതദേഹം സംസ്കരിച്ചു. ഖബറടക്കം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടന്നു. ഖദീജ മുംബൈയിൽ നിന്ന് തൃശൂരിലെത്തിയത് റോഡ് മാർഗം. ഇവർക്കൊപ്പം യാത്ര ചെയ്ത മകനും ആംബുലൻസ് ഡ്രൈവറും പാലക്കാട് സ്വദേശികളായ 3 പേരും നിരീക്ഷണത്തിൽ. കോഴിക്കോട് സർക്കാർ കോവിഡ് പരിചരണ കേന്ദ്രങ്ങളിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞ പ്രവാസികൾ വീട്ടിലേക്ക് മടങ്ങി. 24 പേരാണ് ക്വാറന്റൈൻ പൂർത്തിയാക്കിയത്. ചാത്തമംഗലം NIT ക്യാമ്പസ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹോസ്റ്റലിൽ കഴിഞ്ഞ 22 പേരും മടങ്ങി. പെയ്ഡ് ക്വാറന്റൈനിൽ കഴിഞ്ഞ 2 പേരും നിരീക്ഷണം പൂർത്തിയാക്കി. ക്വാറന്റൈൻ പൂർത്തിയാക്കി പ്രവാസികൾ മടങ്ങിയത് സ്വന്തം വാഹനത്തിൽ. മെയ് 7-ന് കോഴിക്കോട് വിമാനമിറങ്ങിയ 26 പ്രവാസികളെ നിരീക്ഷണത്തിലാക്കിയത് 8-ാം തീയതി പുലർച്ചെ. ഇതിൽ രോഗലക്ഷണമുള്ള ഒരാളെയും മറ്റസുഖങ്ങളുള്ള ഒരാളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ലോക്ഡൌൺ ഇളവുകൾ നിലവിൽ വന്നതോടെ കൂടുതൽ പേർ പുറത്തിറങ്ങുന്നു. പലരും സാമൂഹിക അകലം പാലിക്കുന്നില്ല. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും കള്ള് ഷാപ്പുകളിലും ജനക്കൂട്ടം. കണ്ണൂർ ധർമ്മടത്തെ 62-കാരിക്ക് രോഗബാധ എങ്ങനെയുണ്ടായെന്ന് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. ജില്ലയിൽ രോഗികളുടെ എണ്ണം കാര്യമായി വർദ്ധിക്കാൻ സാധ്യത. മാഹി സ്വദേശി മെഹ്റൂഫിന്റെ മരണം പുതുച്ചേരിയുടെ പട്ടികയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചെന്ന് DMO. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിൽ ലോക്ഡൌണിന്റെ മറവിൽ പിൻവാതിൽ പ്രവേശനമെന്ന ആരോപണം. പ്രവേശനം കാത്തിരുന്നവരെ അറിയിക്കാതെ നടപടികൾ പൂർത്തിയാക്കി. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 52.5 ലക്ഷത്തിലേക്ക്. മരണസംഖ്യ 3,36,000 കടന്നു. 1 ലക്ഷത്തിലധികം പേർ പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ 4,000-ലേറെ മരണം. രോഗവ്യാപനമേറിയ അമേരിക്ക. രാജ്യത്ത് രോഗം ബാധിച്ചത് 16,20,000-ലധികം പേർക്ക്. 28,000-ലധികം പുതിയ രോഗികൾ. 24 മണിക്കൂറിൽ 1,255 മരണം.
ആകെ മരണസംഖ്യ 96,527. രോഗവ്യാപനത്താൽ വിറച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീലും രോഗബാധിതരുടെ എണ്ണം 2ാം സ്ഥാനത്തുള്ള സ്പെയിനോടടുക്കുന്നു. ബ്രസീലിൽ കോവിഡ് ബാധിതർ 3,12,000 കടന്നു. 16,000 പേർക്ക് പുതുതായി രോഗം. 24 മണിക്കൂറിനിടെ 1000-ലേറെ മരണം. ആകെ മരണസംഖ്യ 20,000 കടന്നു. രോഗബാധിതരുടെ എണ്ണത്തിൽ ചൈനയെ മറികടന്ന് പെറുവിൽ രോഗബാധിതർ 1,00,000 കടന്നു. രോഗികളുടെ എണ്ണം 1,08,000. ഇന്ത്യക്ക് താഴെ രോഗികളുടെ എണ്ണം 1,00,000 കടന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ പെറുവും. അമേരിക്കയിൽ ആദരസൂചകമായി പതാക താഴ്ത്തിക്കെട്ടാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം. പതാക താഴ്ത്തിക്കെട്ടുക 3 ദിവസത്തേക്കാണ്. ഓഫീസുകളിലും ദേശീയ സ്മാരകങ്ങളിലുമാണ് പതാക താഴ്ത്തിക്കെട്ടുക. മാസ്ക് ധരിക്കില്ലെന്ന നിലപാട് മാറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന മിഷിഗണിലെ ഫോർഡ് ഫാക്ടറി സന്ദർശന വേളയിലാണ് നിലപാട് മാറ്റിയത്. മാസ്ക് ധരിച്ച് ചിത്രമെടുക്കാൻ ഫോട്ടോഗ്രാഫർമാരെ അനുവദിച്ചില്ല. ഇസ്താംബൂളിൽ കൊല്ലപ്പെട്ട സൗദിയിലെ മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ ഘാതകർക്ക് മാപ്പു നൽകുന്നതായി മകൻ സല ഖഷോഗി. 2018 ഒക്ടോബർ 2-ന് ഇസ്താംബൂളിലെ കോൺസുലേറ്റിൽ വെച്ചായിരുന്നു ഖഷോഗിയുടെ കൊലപാതകം. ബ്രിട്ടനിൽ കോവിഡ് പ്രതിരോധത്തിനിടെ മരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്ക് രാജ്യത്ത് പൌരത്വം നൽകും. ആരോഗ്യ സേവന നികുതിയിൽ നിന്ന് കുടിയേറ്റക്കാരെ ഒഴിവാക്കി നികുതി ചുമത്താനുള്ള നീക്കത്തിനെതിരെ ബ്രിട്ടനിലെ പ്രതിപക്ഷമായ ലേബർ പാർട്ടി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിലപാട് മാറ്റം. ഹോങ്കോങ്ങിലെ ബഹുജന പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ ദേശസുരക്ഷാ നിയമത്തിന് രൂപം നൽകാൻ ചൈനീസ് പാർലമെന്റ്. രാജ്യദ്രോഹ പ്രവർത്തനം, അട്ടിമറി നീക്കം എന്നിവ നിരോധിക്കുകയാണ് ലക്ഷ്യം. ഇന്ന് കരട് നിർദ്ദേശം മുന്നോട്ടുവയ്ക്കും. തീരുമാനത്തെ അപലപിക്കുന്നുവെന്ന് അമേരിക്ക. ഹോങ്കോങ്ങിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമെന്നും ആരോപണം. കോവിഡ് മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളുമായി ഒമാൻ ഭരണകൂടം. രാജ്യത്തെ പൊതുസ്ഥലങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും മുഖാവരണം ധരിക്കാതെ പുറത്തിറങ്ങുന്നവരിൽ നിന്ന് 20 റിയാൽ പിഴ ഈടാക്കും. കുടുംബാംഗങ്ങളല്ലാത്ത 5-ലധികം പേർ ഒത്തുചേർന്നാൽ ഓരോരുത്തരിൽ നിന്ന് 100 റിയാൽ വീതം പിഴ ഈടാക്കാനും നിർദ്ദേശം. തെലങ്കാനയിൽ 9 കുടിയേറ്റ തൊഴിലാളികൾ കിണറ്റിൽ മരിച്ച നിലയിൽ. വാറങ്കലിന് സമീപമുള്ള ഗ്രാമത്തിൽ കാർഷിക ആവശ്യത്തിനുള്ള കിണറ്റിലാണ് മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. പശ്ചിമബംഗാൾ സ്വദേശികളാണ് മരിച്ചത്. ആത്മഹത്യയാണെന്ന് സംശയിക്കുന്നതായി പോലീസ്. പാകിസ്ഥാനിൽ കറാച്ചി വിമാനത്താവളത്തിന് സമീപം വിമാനം തകർന്നു വീണ് നിരവധി മരണം. ലാഹോറിൽ നിന്ന് കറാച്ചിക്ക് വന്ന വിമാനമാണ് തകർന്നത്. വിമാനത്തിൽ 90 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ലോക്ഡൌണിനെ തുടർന്ന് കേരളത്തിൽ പെട്ടുപോയ റഷ്യൻ വിനോദസഞ്ചാരികളെ തിരികെ കൊണ്ടുപോയി. കേരളത്തിലും തമിഴ്നാട്ടിലും നിന്ന് 103 വിനോദസഞ്ചാരികളെയാണ് തിരുവനന്തപുരത്ത് നിന്ന് തിരികെ കൊണ്ടുപോയത്. റഷ്യൻ വിമാന കമ്പനിയായ റോയൽ എയർലൈൻസ് സൗജന്യമായാണ് മടക്കയാത്രയ്ക്കുള്ള വിമാനം അനുവദിച്ചത്. മാർച്ച് മാസം മുതൽ കേരളത്തിൽ തങ്ങുന്നവർ തിരികെ പോയവരുടെ കൂട്ടത്തിലുണ്ട്. സംസ്ഥാനത്ത് കുടുങ്ങിയ അതിഥി തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ ലക്നൌവിലേക്ക് നാളെ ട്രെയിൻ പുറപ്പെടും. 4 ജില്ലകളിൽ നിന്നുള്ള തൊഴിലാളികളുമായി കോട്ടയത്തു നിന്നാണ് ട്രെയിൻ സർവീസ്. വൈകിട്ട് 6:45-ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടും. ജൂൺ 1 മുതൽ സ്പെഷ്യൽ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ റെയിൽവേ റിസർവേഷൻ കൌണ്ടറുകൾ തുറന്നു. തിരുവനന്തപുരം, എറണാകുളം ജംഗ്ഷൻ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ഇന്ന് റിസർവേഷൻ കൌണ്ടറുകൾ തുറന്നത്. കള്ളപ്പണക്കേസിൽ ഇബ്രാഹിം കുഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിപ്പെട്ട ഗിരീഷ് ബാബുവിനെതിരെ മൊഴി. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത് കുമാറും യൂത്ത് ലീഗ് നേതാവ് സുബൈറുമാണ് പരാതിക്കാരനെതിരെ വിജിലൻസിൽ മൊഴി നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപി ജേക്കബ് തോമസ് ഹൈക്കോടതിയെ സമീപിച്ചു. തമിഴ്നാട് രാജപാളയത്ത് ബിനാമി പേരിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാരോപിച്ച് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് ദിലീപിന് കൈമാറി. ദൃശ്യങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തണമെന്ന ദിലീപിന്റെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി.
ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ സംശയമുണ്ടെന്നായിരുന്നു ദിലീപിന്റെ വാദം. ബെർക്യൂ ആപ്പ് ഉടൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്തേക്കും. സുരക്ഷാ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ആപ്പ് സജ്ജമാക്കി ഈ ആഴ്ച തന്നെ മദ്യവിതരണം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി എക്സൈസ് വകുപ്പ്. ആപ്പിന്റെ സെർവർ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. 35 ലക്ഷം പേർ ഒരേ സമയം ഉപയോഗിച്ചാലും തകരാറുണ്ടാകില്ലെന്നും വിലയിരുത്തൽ. എങ്കിലും ആദ്യഘട്ടത്തിൽ ഉപഭോക്താക്കൾ അല്ലാത്തവരും ആപ്പ് സന്ദർശിക്കുമെന്ന വിലയിരുത്തലിൽ സർക്കാർ. കോവിഡ് സാഹചര്യം മുതലെടുത്ത് വൈദ്യുതി ബോർഡ് ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി മാത്യു കുഴൽനാടൻ. 2 മാസത്തിലൊരിക്കൽ ബില്ല് എടുക്കേണ്ട സ്ഥാനത്ത് പല സ്ഥലങ്ങളിലും 2.5 മാസത്തെ ബില്ലാണ് ഉപഭോക്താക്കൾക്ക് ബോർഡ് നൽകിയതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ലോക്ഡൌൺ കാലത്ത് മികച്ച കൃഷി നടത്തിയവരെ ആദരിച്ച് വ്യാപാരി വ്യവസായി സമിതി. മട്ടുപ്പാവ് കൃഷി നടത്തിയ തിരുവനന്തപുരത്തെ 3 കർഷകരെയാണ് വ്യാപാരികൾ ആദരിച്ചത്. മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത ജയചന്ദ്രൻ മുണ്ടേലയെ വി.കെ. പ്രശാന്ത് എം.എൽ.എ. പൊന്നാട അണിയിച്ച് ആദരിച്ചു. തോട്ടപ്പള്ളി സ്പിൽവേയുടെ നവീകരണത്തിനായി വൻതോതിൽ കാറ്റാടി മരങ്ങൾ മുറിച്ചുമാറ്റിയതിനെ തുടർന്ന് ആലപ്പുഴയിൽ നേരിയ സംഘർഷം. കരിമണൽ ലോബിയെ സഹായിക്കാനാണ് നടപടിയെന്ന് ആരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് സംഘർഷമുണ്ടായത്. മന്ത്രി ജി സുധാകരന്റെ വീടിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മുൻ എം.എൽ.എയും ധീവരസഭാ നേതാവുമായ വി ദിനകരൻ ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴയുടെ തീരമേഖലയിൽ ധീവരസഭയുടെ നേതൃത്വത്തിൽ നാളെ ഹർത്താൽ ആചരിക്കും. പ്രതിഷേധത്തിന് അടിസ്ഥാനമില്ലെന്ന് ജില്ലാ കലക്ടർ. മലപ്പുറം നിലമ്പൂരിനെ കഴിഞ്ഞ വർഷം പ്രളയത്തിൽ മുക്കിയ ചാലിയാറിൽ ഇത്തവണയും പ്രളയഭീതി. കാലവർഷം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും പുഴയിൽ നിന്ന് കഴിഞ്ഞ പ്രളയത്തിന്റെ ശേഷിപ്പുകൾ നീക്കം ചെയ്തിട്ടില്ല. മൺതിട്ടകളും വൻമരങ്ങളും പാറക്കല്ലുകളും നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ് പുഴ. പ്രളയത്തിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കാൻ വേറിട്ട പദ്ധതിയുമായി ജലവിഭവ വകുപ്പ്. പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിലെ വെള്ളം വഴിതിരിച്ച് തോട്ടപ്പള്ളി സ്പിൽവേ വഴി പുറന്തള്ളാനാണ് പദ്ധതി. ഇതിനായി 6 ലക്ഷം ക്യൂബിക് മീറ്റർ മണൽ നീക്കം ചെയ്യണം. കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് വ്യാപക നാശനഷ്ടം. മലയോര മേഖലയിലും ഉൾപ്രദേശങ്ങളിലും കനത്ത മഴ. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കരമനയാറ്റിൽ ജലനിരപ്പ് ഉയർന്നു. നിരവധി വീടുകൾ വെള്ളത്തിനടിയിൽ. ഡാം തുറന്നതിൽ വീഴ്ചയില്ലെന്ന് ജില്ലാ കലക്ടർ. നെടുമങ്ങാട് പത്താംകല്ലിന് സമീപം പറമുട്ടത്ത് ഉരുൾപൊട്ടി. ഒരു വീടിന് കേടുപാട് സംഭവിച്ചു. ആളപായമില്ല. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മഴയിൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച് എം.എൽ.എമാരായ കെ.എസ്. ശബരിനാഥനും സി. ദിവാകരനും. സ്ഥിതി വിലയിരുത്തി വരികയാണെന്ന് എം.എൽ.എമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. കനത്ത മഴയിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വൻ വെള്ളക്കെട്ട്. നിരവധി വീടുകളിൽ വെള്ളം കയറി. കിള്ളിയാർ കരകവിഞ്ഞൊഴുകിയതാണ് വെള്ളക്കെട്ടിന് കാരണം. കൊല്ലം അഞ്ചലിൽ യുവതി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ ചുമതല കൊല്ലം ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്. രക്ഷിതാക്കളുടെ പരാതിയിലാണ് അന്വേഷണം. അഞ്ചൽ സ്വദേശി ഉത്രയ്ക്ക് പാമ്പുകടിയേറ്റത് ഈ മാസം 7-ന്. ഭർതൃഗൃഹത്തിൽ വെച്ച് അണലിയുടെ കടിയേറ്റ ഉത്ര സ്വന്തം വീട്ടിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇവിടെ വെച്ച് വീണ്ടും മൂർഖൻ പാമ്പിന്റെ കടിയേറ്റതോടെയാണ് മരിച്ചത്. ഭർത്താവ് ഉത്രയുടെ വീട്ടിലെത്തിയ ദിവസം തന്നെ പാമ്പുകടിയേറ്റതാണ് ബന്ധുക്കൾക്ക് സംശയമുണ്ടാക്കിയത്. കൊച്ചിയിൽ ഓട്ടോ ഡ്രൈവർ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ 2 പേരിൽ ഒരാൾ മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ എഴുപുന്ന സ്വദേശി റജിൻദാസ് ആണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ഓട്ടോ ഡ്രൈവർ ഫിലിപ്പ് നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു. ശരീരമാസകലം തീ പടർന്ന റജിൻദാസ് റോഡിലേക്ക് ഓടുന്നതും സമീപത്തുള്ളവർ തീ കെടുത്താൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഓട്ടോറിക്ഷയിൽ കയറി ഫിലിപ്പ് അവിടെ നിന്ന് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഓട്ടോ ഡ്രൈവറായിരുന്ന ഫിലിപ്പ് മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പോലീസ്. നേരത്തെ മറ്റ് 2 പേർക്കെതിരെയും സമാനമായ രീതിയിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഓട്ടോറിക്ഷയിൽ കയറി തീ കൊളുത്തി മരിച്ചത്.
ചാലക്കുടി മേലൂർ അടിച്ചിലിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ചാരായ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി നശിപ്പിച്ചു. 800 ലിറ്റർ വാഷ് പിടിച്ചെടുത്തു. ഇതിനുപയോഗിച്ച 250 ലിറ്റർ ചാരായം നിർമ്മിക്കാനാകും. ലിറ്ററിന് 2000 രൂപയാണ് ഈടാക്കുന്നതെന്നും എക്സൈസ് സംഘം അറിയിച്ചു. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ. ചാലക്കുടി ഗരുതിപ്പാല പെൺവാണിഭ കേസിൽ ഒരു യുവതി കൂടി അറസ്റ്റിൽ. മോഡലിംഗ് രംഗത്ത് അവസരം വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും മറ്റു പലർക്കും കാഴ്ചവെക്കുകയും ചെയ്ത കേസിലാണ് ആന്ധ്ര സ്വദേശിയായ പ്രഭാവതി പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 22ആയി. രണ്ടാം വിവാഹം കഴിച്ചതിന് മക്കൾ ചേർന്ന് അച്ഛനെ കഴുത്തറുത്തു കൊന്നു. തമിഴ്നാട്ടിലാണ് ക്രൂരത. വൈദ്യുതി വകുപ്പ് ജീവനക്കാരനായ കനകസഭയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കനകസഭയുടെ മക്കളായ ആനന്ദ്, വിനോദ് എന്നിവർ അറസ്റ്റ്. വൈൻ നിർമ്മാണത്തിന് എക്സൈസിന്റെ അനുഗ്രഹം തേടി ഫേസ്ബുക്ക് പോസ്റ്റിട്ട യുവാവിനെതിരെ എക്സൈസ് കേസെടുത്തു. ആലുവ സ്വദേശി ഷിനോ മോനെതിരെയാണ് കേസെടുത്തത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വൈൻ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 5 ലിറ്റർ വാഷും എക്സൈസ് സംഘം കണ്ടെടുത്തു. പത്തനംതിട്ട കുമ്പഴയിൽ പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെന്ന വിവരത്തെ തുടർന്ന് വനം വകുപ്പിന്റെ പരിശോധന. വീണ ജോർജ് MLAയും സ്ഥലത്തെത്തി. നെടുവനാൽ ഭാഗത്ത് വന്യമൃഗങ്ങളുടേതെന്ന് തോന്നുന്ന കാൽപ്പാടുകൾ പതിഞ്ഞതായി വനം വകുപ്പ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ തുടങ്ങുന്നതിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ ICC പുറത്തിറക്കി. 14 ദിവസത്തെ സമ്പർക്ക വിലക്കിൽ പരിശീലന ക്യാമ്പുകൾ തുടങ്ങും. ടീമുകൾ മെഡിക്കൽ ഓഫീസറെ നിയമിക്കണം. ICCയുടെ ആരോഗ്യ ഉപദേശക സമിതി വിദഗ്ധരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മാർഗരേഖ പുറത്തിറക്കിയത്. റിലയൻസ് ജിയോയിൽ 11,637 കോടി രൂപ മുതൽ മുടക്കി അമേരിക്കൻ നിക്ഷേപക വമ്പനായ KKR. ജിയോയുടെ 2.32% ഓഹരിക്കായാണ് KKRന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ നിക്ഷേപം. ഇതോടെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള 5 കമ്പനികൾ ഒരു മാസത്തിനിടെ ജിയോയിൽ നിക്ഷേപിച്ചത് 78,562 കോടി രൂപ. 78,000 കോടി ഇന്ത്യയിൽ ഒരു കമ്പനിയിലെ ന്യൂനപക്ഷ ഓഹരികൾക്കായി വരുന്ന ഏറ്റവും ഉയർന്ന നിക്ഷേപമാണ്. 5 കമ്പനികൾക്കും ചേർന്ന് ഓഹരി അവകാശം 16% താഴെ മാത്രം. ഫേസ്ബുക്ക് വാങ്ങിയത് 9.99% ഓഹരികൾ. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാവുന്നു. നമസ്കാരം.